Hi, Namaste, welcome back viewers, welcome back to my channel WinTrader. 1 minute നമുക്ക് ഈസിയായി പ്രോഫിറ്റ് നേടാം, പക്ഷേ 5 minutesലാവട്ടെ നമുക്ക് ചെറിയ റിവേഴ്സൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏത് ടൈം ഫ്രെയിമാണ് ഓപ്ഷൻസിൽ നമുക്ക് വെക്കാൻ പറ്റുക, അപ്പോൾ സേഫ് ഉള്ളത് ഏതാണ്, സേഫ് ആയിട്ടുള്ള ടൈം ഫ്രെയിം, അതേപോലെ ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ കഴിയുന്ന ടൈം ഫ്രെയിം എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് നോക്കുകയാണ്. ഇന്നെന്ന് പറഞ്ഞാൽ 19th February. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ ചെറുതായിട്ട് മാർക്കറ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ മാർക്കറ്റ് തിരിച്ചു കയറി കഴിഞ്ഞാൽ ഏറ്റവും ഒരു നല്ലൊരു ഹൈക്കാണ് മാർക്കറ്റ് പോയിരുന്നത്. ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ആ ഒരു ഓപ്ഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ ഇപ്പോൾ ഈ ഒരു ഹൈക്കിൽ നമ്മളെടുത്ത കോൾ ഓപ്ഷൻ 21,900 ആണ്. അത് നമ്മൾ പൊസിഷൻ പിക്ക് ചെയ്ത് ഈ ഒരു പോർഷൻ കൺഫർമേഷൻ കഴിഞ്ഞതിന് ശേഷം 262 പിക്ക് ചെയ്ത് നേരെ മാർക്കറ്റ് 359 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹ്യൂജ് ഹൈക്ക് തന്നെ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ ആ ഒരു ഇറക്കം നല്ലൊരു പെട്ടെന്നുള്ളൊരു ഇറക്കമായിരുന്നു. പക്ഷേ അവിടെ ഇൻട്രാഡേക്ക് പൊസിഷൻ പിക്ക് ചെയ്യാൻ നേരത്തെ മാർക്കറ്റ് ക്ലോസ് ആയി. പക്ഷേ നമുക്ക് സ്കാൽപ്പിങ് പിടിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ 22,000 നമുക്ക് പുട്ട്, അത് ലാസ്റ്റ് ആ ഒരു അരമണിക്കൂറിൽ 240 ശേഷമാണ് നമുക്ക് സിഗ്നൽ വന്നിരിക്കുന്നത്. കൺഫർമേഷൻ കഴിഞ്ഞ് എടുത്ത് കഴിയുമ്പോൾ 250 ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 138 പിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ഹാഫ് ആൻ അവറിലുള്ള 188 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് നേടാൻ കഴിഞ്ഞു. രാവിലത്തെ ഒരു മോർണിംഗിൽ ഒരു അരമണിക്കൂറും നമുക്ക് ക്ലോസിങ്ങിൽ ഒരു അരമണിക്കൂർ, ആ ഒരു മണിക്കൂറോളം ഇരുന്നേച്ചാൽ മതി. ഇപ്പോൾ ഈ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയിൽ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് നേടാൻ കഴിയും. അതേപോലെ നിഫ്റ്റിയുടെ ആവട്ടെ, ഇപ്പോൾ ഇന്നത്തെ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ നമുക്ക് സ്കാൽപ്പിങ്ങിൽ നമ്മൾ എടുക്കേണ്ട എപ്പോഴും 1 minute ആണ്. അപ്പോൾ 1 minute രാവിലത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ രാവിലെ ഗ്യാപ്പിന് ഓപ്പണായ ശേഷം തിരിഞ്ഞ് മാർക്കറ്റ് കുറച്ച് കയറാൻ നോക്കിയിട്ട് ആ കയറ്റാൻ ഒരുപാട് കയറിയില്ല. അത് കഴിഞ്ഞ് സെല്ലും വന്നു, പിന്നെ ഒരു ബൈയും വന്നു. അപ്പോൾ ആ സെല്ലും നമുക്ക് ചെറിയ പ്രോഫിറ്റ് കിട്ടി, ബൈക്കും നല്ലൊരു ഹൈക്ക് നമുക്ക് പോയിട്ട്, അപ്പോൾ നല്ലൊരു ട്രേഡ് നമുക്ക് അവിടെ നിന്ന് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഒരുപാട് നേരം നമ്മൾ ചാർട്ടിൽ ഇരുന്നില്ല, പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ഒരു ഈസി ആയിട്ടും അതേപോലെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ശ്രദ്ധയോടുകൂടി നമുക്ക് ആക്ച്വലി റിവേഴ്സ് ഒക്കെ പോകുന്ന പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്നുള്ളത് ലൈവായിട്ട് കാണാൻ. അതായത് ഒരു ലൈവ് മാർക്കറ്റ് എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു കാണാൻ താല്പര്യമുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ചാർട്ട്, ലേറ്റസ്റ്റ് വേർഷൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 8.1 ആണ് വരുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ടോട്ടൽ 8 സ്ട്രാറ്റജി ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2009 നമ്മൾ റിലീസ് ചെയ്ത ഇതിൻ്റെ ഫസ്റ്റ് വേർഷനാണ്. സിമ്പിളായിട്ട് നമ്മൾ റിലീസ് ചെയ്ത വേർഷനാണ്. ഇതേപോലെ സിമ്പിളാണ്, സിമ്പിൾ ട്രെൻഡ് ലൈൻ, അതേപോലെ പെർസെൻറ്റേജ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഇതേപോലെ ഇതേപോലെ പല ടൈപ്പ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ നമുക്ക് എപ്പോഴും 8.1 ആണ് വരുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സിമ്പിളാണ്. അപ്പോൾ ഇതാണ് സെൽ സിഗ്നൽ, ഇതിൻ്റെ മുകളിൽ നമുക്ക് പിന്നിൽ ബൈ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, ഇതാണ് ബൈ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു സെല്ല് വന്ന് നമുക്ക് താഴെ കൺഫർമേഷൻ ബാർ നമുക്ക് റെഡിലേക്ക് വരണം. അതേപോലെ ബൈ ആണെങ്കിലും കൺഫർമേഷൻ ബാർ ഗ്രീനിലേക്ക് വരണം. അപ്പോൾ ആ കൺഫർമേഷൻ ബാർ ഇപ്പോൾ ഇവിടെ റെഡ് വന്നിട്ടുണ്ട്, താഴെ റെഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതേപോലെ ബൈ വന്നിട്ടുണ്ടാണെങ്കിലും താഴെ ഗ്രീൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പം ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൈസ് ഇൻ ബൈസ് ഉള്ള സെൽസ് ഉണ്ട് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് ഡേറ്റിൽ ട്രേഡ് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ സെൽ ട്രേഡിൽ ഇവിടെ കൺഫർമേഷൻ വന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിന് ട്രേഡ് എടുക്കാൻ വന്നപ്പോൾ ഒരുപാട് ഇറങ്ങിയില്ല, മാർക്കറ്റ് കുറച്ച് തിരിച്ച് കയറാൻ ക്ലോസ് ആവാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബൈ കഴിഞ്ഞ ദിവസം ബൈയുടെ തന്നെ കണ്ടിന്യൂഷൻ. അപ്പോൾ കണ്ടിന്യൂഷൻ മാർക്ക് നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാറുള്ളൂ. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിഞ്ഞ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ക്യാൻഡിൽ ഇവിടെ നിന്ന് തിരിഞ്ഞ് കയറി, അവിടെ നിന്ന് നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മൾ പിക്ക് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് റേറ്റ് നമുക്ക് 22,071. അപ്പോൾ 21,900 എടുക്കാം, അല്ലെ 22,000 നമ്മൾ ഇഷ്ടം പോലെ, നമ്മുടെ മാർജിൻ പോലെ. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ കോൾ ഓപ്ഷൻ പിക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് സിഗ്നൽ കൺഫർമേഷൻ കഴിഞ്ഞ് ബ്രേക്ക് ഔട്ട് ഇവിടെ നിന്നാണ് പോയത്, അവിടെ നേരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ഹ്യൂജ് റിട്ടേൺസ് ആണ് ആ ബൈ ട്രേഡിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതേപോലെ 22,000 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ കൺഫർമേഷൻ വന്ന് 213 നമ്മൾ പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ മാർക്കറ്റ് 277, 78 വരെ നമുക്ക് പോയിട്ടുണ്ട്. അതും നല്ലൊരു ഹൈക്കാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടിയത്. ഓക്കെ, അപ്പം വളരെ സിമ്പിളാണ്. കൺഫർമേഷൻ ചെക്ക് ചെയ്യുക, നമ്മൾ എൻട്രി ചെയ്യുക, ക്യാൻഡിൽ കളർ, കൺഫർമേഷൻ ബാർ, പ്രൈസ് ഇൻ ബൈ സോൺ. അപ്പോൾ ഇതിൽ എക്സ്ട്രാ കളർ സൈഡ് വേസ് ആണ്, കളർ ചേഞ്ച് കാണിച്ചിരിക്കുന്ന സൈഡ് വേസ് ആണ്. അപ്പോൾ സൈഡ് വേസ് വന്നാൽ നമുക്ക് അവിടെ നിന്നൊരു ട്രേഡ് എടുക്കാൻ പറ്റില്ല എന്ന്. അത് മാത്രമല്ല മാർക്കറ്റിൻ്റെ ഈ ട്രെൻഡ് ലൈൻ വൈസ് നമുക്ക് മൊമെൻറ്റ്, അതായത് മാർക്കറ്റ് കയറി പോയി പിന്നെ തിരിച്ച് എവിടെ എൻട്രി എടുക്കുമെന്ന് അറിയാൻ നമ്മൾ ആ ട്രെൻഡ് ലൈൻ വൈസുള്ള മൊമെൻറ്റ് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റത്തെ ആ ഒരു 1 minute പുട്ട് ഓപ്ഷൻ നമ്മൾ 1 minute എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എൻട്രി കിട്ടും.
അപ്പോൾ അതേപോലെ നിഫ്റ്റിയുടെ ലാസ്റ്റത്തെ ആ ഒരു ട്രേഡ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നല്ലൊരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ 22,162 ആയി. അപ്പോൾ അത് നമ്മൾ ആ പോർഷനിൽ നമ്മൾ 22,200 അല്ലെങ്കിൽ 300 നമുക്ക് പുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 200 ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലാണ് നമുക്ക് 130 നേരെ കയറി മാർക്കറ്റ് 188 വരെ കയറി എന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് പുൾ ബാക്ക് വന്നിട്ട് തിരിച്ച് പിന്നെയും കയറി. അപ്പോൾ ഇവിടുന്ന് രണ്ടാമതൊരു എൻട്രി ഉണ്ട് അപ്പോൾ ഈ തിരിച്ച് കയറ്റത്തിൽ. അപ്പോൾ അവിടുന്ന് 167 നിന്ന് പിന്നെയും മാർക്കറ്റ് 183 വരെ പിന്നെയും കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് എൻട്രി ഇനിയിപ്പോൾ എവിടെ എടുക്കണം, ഇനി തിരിച്ച് കയറുമോ എന്ന് നമുക്ക് അറിയാനായിട്ട് കൺഫ്യൂസിങ് വേണ്ട. സോഫ്റ്റ്വെയർ ഈസി ആയിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ ലൈവായിട്ടൊരു ഡെമോ അറ്റൻഡ് ചെയ്ത് നോക്കി ഡിസൈഡ് ചെയ്യുക സോഫ്റ്റ്വെയർ പർച്ചേസിൻ്റെ കാര്യം. അപ്പോൾ ടോട്ടൽ 8 സ്ട്രാറ്റജികളുണ്ട്. അതേപോലെ സ്കാനർ, അപ്പോൾ അതായത് മൊമെൻ്റ് ഉള്ള സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്കാനറും. ഓക്കെ, താങ്ക് യു.